ഇത് വി ഡി സതീശന്റെ ഭീഷണിയാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ്, കേരളം ഞെട്ടും എന്നുള്ളതാണ് എങ്കിൽ സമാനമായ ഒരു പോരാട്ടം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടക്കുന്നുണ്ട്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടാണ്. അവിടെ അറിയേണ്ടത് ആരാണ് തേങ്ങയുടയ്ക്കാൻ പോകുന്നത് എന്നാണ്. സന്ദീപ് വാര്യർ നേരത്തെ ബി ജെ പിയുടെ അംഗമായിരുന്നു. ബി ജെ പിക്ക് വേണ്ടി മാധ്യമങ്ങളിലടക്കം നിരന്തരമായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു. ഇങ്ങനെയുള്ള സന്ദീപ് വാര്യരും സി കൃഷ്ണകുമാറും തമ്മിൽ ആണ് ഇപ്പോൾ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത്. ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സി കൃഷ്ണകുമാറും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അതായത് കൃഷ്ണകുമാർ പറയുന്നത് ഈ സന്ദീപ് വാര്യന് എതിരായ നിരവധി ചാറ്റ് വിവരങ്ങൾ തൻ്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ചാറ്റ് വിവരങ്ങളൊക്കെ പുറത്തുവിടുകയാണ് എങ്കിൽ സന്ദീപ് വാര്യർ എന്ന ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരന് മണ്ണിൽ തല പൂഴ്ത്തേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമേൽ നാണക്കേടുണ്ടാക്കുന്ന വിവരങ്ങളാണ് തൻ്റെ പക്കൽ ഉള്ളത് എന്നുള്ളതാണ് സി കൃഷ്ണകുമാറിൻ്റെ ആരോപണം. ഇത് ആരോപണമായി തന്നെ നിലനിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള വളരെ കൃത്യമായ സന്ദീപ് വാര്യരിന് ഒരുപക്ഷെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ നാണക്കേടുണ്ടാക്കുന്ന ചില വിവരങ്ങളും ഉള്ളടക്കവും ഒക്കെ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ് സി കൃഷ്ണകുമാർ. എൻ്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട്. അതൊക്കെ ഞാൻ പുറത്തു വിട്ടാൽ കോൺഗ്രസ് അല്ല, പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ അംഗമാവേണ്ടി വരും. ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറഞ്ഞ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല. ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഞങ്ങൾ ഇതുമായിട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ തലയിൽ മുണ്ടല്ല, മണ്ണിനടിയിൽ തല കുനിച്ചിട്ട് മണ്ണിനടിയിൽ തല പൂഴ്ത്തിയിട്ട് ഇരിക്കേണ്ട ഗതികേടിലേക്ക് വരും. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. യെസ്, ഇതാണ് ഉയർത്തുന്ന ആരോപണം. ഇതിന് സന്ദീപ് വാര്യരുടെ ഭാഗത്ത് നിന്ന് മറുപടിയും ഉണ്ടാകുന്നുണ്ട്. അതായത് കഴിഞ്ഞ 9 മാസമായി തനിക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടൂ എന്നാണ് പറയുന്നത്. അതിനപ്പുറത്ത് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. നമുക്കറിയാമല്ലോ, പണ്ടൊരു സിനിമയിൽ ഇങ്ങനെ തേങ്ങയുടയ്ക്കും ഞാൻ ഇപ്പോഴുടയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ ഉടയ്ക്ക് സാമി എന്ന് പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാറിന്റെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് നൽകുന്ന പരിഹാസ മറുപടി. 9 മാസമായാലും ഇത് പറയുന്നു, തേങ്ങ ഉടക്കി സ്വാമി എന്നേ പറയാനുള്ളൂ. മനസ്സിലായല്ലോ, അത് കുറെ കാലമല്ലോ പറയുന്നു. ആ കൃഷ്ണകുമാറിനെ എന്ന് നിങ്ങൾ പറയില്ലേ, അതിന് മുകളിലുള്ള കുറെ ആളുകളുടെ കാര്യം ഇവിടെ ഇരിക്കുന്നുണ്ട്. മനസ്സിലായി, കൃഷ്ണകുമാർ മാത്രമൊന്നുമല്ല. കൃഷ്ണകുമാറിനെതിരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, ബാക്കി കാര്യങ്ങൾ വരുമല്ലോ, പുറകെ വരുമല്ലോ, വെയിറ്റ് ചെയ്യും. അതൊക്കെ വന്നോളും. നമ്മളായിട്ട് പറയേണ്ടതൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പുറത്തു വരും. അതുകൊണ്ട് അദ്ദേഹം വലിയ പരിഭ്രാന്തിയിലാണ്, അദ്ദേഹവും സഹപ്രവർത്തകനും വലിയ പരിഭ്രാന്തിയിലാണെന്ന് എനിക്കറിയാം. ഇന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഒരു FIR പോലും വരുന്നതിന് മുമ്പ് നടപടി സ്വീകരിച്ചു. കോൺഗ്രസിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളാണ്, വോട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള കമ്മിറ്റ്മെന്റ് കോൺഗ്രസ് പാലിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ സ്ത്രീ സമൂഹവും കേരളത്തിലെ പൊതുസമൂഹവും അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ഇതാണ് ഈ വിഷയത്തിന്മേലുള്ള സന്ദീപ് വാര്യരുടെ പ്രതികരണം. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, പ്രേക്ഷകർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സന്ദീപ് വാര്യർ എന്നത് BJP-യുടെ നേതാവായിരുന്നു. ആ BJP-യിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെയാണിത്. അന്ന് BJP-യുടെ നേതാവായിരുന്ന സമയത്ത് BJP-ക്ക് ഇതൊരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷേ BJP വിട്ട് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തി. അപ്പോഴാണ് സന്ദീപ് വാര്യർ പ്രശ്നക്കാരനാണ് എന്ന് പറയുന്നത്. ഇതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പൊള്ളയായ അവകാശവാദങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാനോ പ്രതിഷേധിക്കാനോ ധാർമ്മികമായ ഒരു അവകാശവുമില്ല എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടത്. ഈ സംശയം സ്വാഭാവികമായും നമ്മൾ സി കൃഷ്ണകുമാറിനോട് ചോദിക്കുകയുണ്ടായി കഴിഞ്ഞ വാർത്തകളിൽ. ആ സമയത്ത് സി കൃഷ്ണകുമാർ പറയുന്നത്, ആരാണ് ഈ പാർട്ടിയിൽ നിന്ന്, അതായത് BJP-യിൽ നിന്ന് നടപടി നേരിട്ടത്? എന്തുകൊണ്ടാണ് ഒരു നേതാവിന് കുറച്ച് സമയമൊക്കെ മാറി നിൽക്കേണ്ടി വന്നത്? തനിക്കെതിരെ, അതായത് സി കൃഷ്ണകുമാറിനെതിരെ എന്തെങ്കിലും തെളിവുകളോ വിവരങ്ങളോ ഒക്കെ സന്ദീപ് വാര്യരുടെ കയ്യിലുണ്ടെങ്കിൽ, സന്ദീപ് വാര്യർ പറയുന്നത് ഒരു തേങ്ങയല്ല 12,000 തേങ്ങയുണ്ട് തൻ്റെ കയ്യിലെന്നാണ്. അതായത് BJP-യിലെ പല നേതാക്കൾക്കുമെതിരെ ഇത്തരത്തിലുള്ള അതിശക്തമായ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ തെളിവുകളൊക്കെ ഉണ്ടെങ്കിലും നടപടി നേരിട്ടത് സന്ദീപ് വാര്യർ ആയിരുന്നില്ലേ എന്നാണ് സി കൃഷ്ണകുമാർ നേരത്തെ ന്യൂസ് 18 പ്രതികരിച്ചത്. 10,000 ലക്ഷക്കണക്കിന് തേങ്ങ ഉടയ്ക്കപ്പെട്ടതുകൊണ്ടാണല്ലോ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത്.
ഞങ്ങൾ ഇന്നലെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പറഞ്ഞുവല്ലോ, മാലിന്യത്തെ ഞങ്ങൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. ഞങ്ങൾക്ക് ആ മാലിന്യം എവിടെ പോയി ചേർന്നാലും വി ഡോണ്ട് കെയർ. ഞങ്ങൾ അതിനെക്കുറിച്ച് ബോധറിയണേയില്ല. ഇത്തരത്തിലുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കാനില്ല. ഈ രാഹുലിന്റെ വിഷയത്തിന് ശ്രദ്ധ മാറ്റാനുള്ള ഇത്തരം ശ്രമങ്ങളൊന്നും വിലപ്പോവില്ല. ഇതാണ് മാലിന്യത്തെ ഞങ്ങൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്നാണ് ഈ അതായത് BJP നേതൃത്വത്തിൻ്റെയും ഒക്കെ മറുപടി. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ആണ് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോകുന്നത്. അങ്ങനെ പിണങ്ങിപ്പോയപ്പോൾ മാത്രമാണ് അത് മാലിന്യവും പിന്നീടാണ് അത് ഫ്ലഷ് ചെയ്യേണ്ടിയും വന്നത് എന്നുള്ളതാണ്. ഇതാണിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഈ അവകാശപ്പെട്ടതുപോലെ, അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെയുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ ഇനിയും കൂടുതൽ മാലിന്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്.